കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടഭാഗം ഇടിഞ്ഞു വീണ് സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവാണ് മരിച്ചത്. 2 മണിക്കൂറിന് ശേഷമാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ബിന്ദുവിനെ പുറത്തെടുത്തത്. 14-ാം വാർഡ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ജില്ലയിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരായ VN വാസവനും വീണ ജോർജും അപകടത്തിന് പിന്നാലെ സ്ഥലത്തെത്തി. അതേസമയം വൈകിട്ട് മെഡിക്കൽ കോളേജിലെത്തിയ മുഖ്യമന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നു. തുടർന്ന് അപകട സ്ഥലം സന്ദർശിക്കുന്നത് ഒഴിവാക്കി മുഖ്യമന്ത്രി മടങ്ങി. പ്രിൻസിപ്പൽ ഓഫീസിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മുഖ്യമന്ത്രി മടങ്ങുകയായിരുന്നു. വിവരങ്ങളുമായി മരിച്ച ബിന്ദുവിന്റെ തലയോലപ്പറമ്പിലെ വീട്ടിൽ നിന്നും ജിജീഷും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും മിഥുൻ അയ്യപ്പനും ചേരുകയാണ്. ആദ്യം മിഥുൻ അയ്യപ്പനിലേക്കാണ് പോകുന്നത്. മിഥുൻ, ഈ പകലിന്റെ അവസാനം എത്തുമ്പോൾ അങ്ങേയറ്റം ദാരുണമായ വാർത്ത കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. സിസ്റ്റത്തിന്റെ ഫെയിലിയർ എന്ന് തന്നെ ആദ്യമേ തന്നെ പറയണം. മറ്റൊന്ന്, ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിരുത്തരവാദപരമായ പ്രസ്താവന. ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന മന്ത്രിയുടെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം വൈകാൻ ഇടയാക്കി. അപ്പോൾ 2.5 മണിക്കൂർ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്നുകൊണ്ട് ഒരു വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുന്ന അങ്ങേയറ്റം പരിതാപകരമായ ഒരു അവസ്ഥ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുകയാണ്. വിവരങ്ങൾ ഇതിലേക്ക് വരാം. ഇപ്പോൾ കോട്ടയത്ത് BJPയുടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് സംസ്ഥാനത്തെമ്പാടും.
ആരോഗ്യ കേരളം നമ്പർ 1 എന്ന പെരുംനുണ പൊളിയുന്നതിന്റെ ഉദാഹരണമാണ് നമ്മൾ കോട്ടയത്ത് കണ്ടത്. സംസ്ഥാനത്തെ തെരുവുകൾ വലിയ പ്രതിഷേധ സമരങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ കോട്ടയത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കടുത്ത പ്രതിഷേധമുയർത്തി BJP മാർച്ച് സംഘടിപ്പിച്ച് കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ്. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. മിഥുൻ, നമ്പർ 1 ആരോഗ്യ കേരളം എന്ന പെരുംനുണ പൊളിഞ്ഞു വീഴുന്ന പകലാണ് നമ്മൾ കണ്ടത്. ഒന്ന്, മന്ത്രിയുടെ നിരുത്തരവാദപരമായ പ്രസ്താവന. മറ്റൊന്ന്, 2013 തന്നെ ഇത് ഇടിഞ്ഞു വീഴുമെന്ന് മുന്നറിയിപ്പ് നൽകി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് ഇപ്പോഴും കോൾഡ് സ്റ്റോറേജിൽ തന്നെയാണ്. അവിടെ കെട്ടിടം ഇടിഞ്ഞു വീണു. ഒരു വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുകയാണ്. സമഗ്ര വിവരങ്ങൾ മിഥുൻ. ായിട്ടും അടിമുടി പരാജയമായിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ ഇരയായി മാറിയിരിക്കുകയാണ് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു എന്നുള്ളത്. ആ ബിന്ദുവിന്റെ മൃതശരീരം എനിക്ക് പിന്നിൽ കാണുന്ന ഈ മോർച്ചറിക്കുള്ളിലുണ്ട്. കരഞ്ഞു തകർന്ന അവരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ ഭർത്താവും മക്കളുമെല്ലാം തന്നെ കരഞ്ഞു തളർന്ന് ഇപ്പോഴുമുണ്ട്. അവിടെ അടിമുടി പരാജയമായിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ ഇരയായി മാറിയിരിക്കുന്നു ബിന്ദു. ഇന്ന് 10 മണിക്ക് ശേഷം ഈ കെട്ടിടത്തിന്റെ ഭാഗം തകർന്നു വീണത് മുതൽ കണ്ടത് ആ പരാജയമായിട്ടുള്ള സംവിധാനത്തിന്റെ തുടർക്കഥ തന്നെയായിരുന്നു. അതിന്റെ ദൃഷ്ടാന്തം തന്നെയായിരുന്നു പിന്നീടുള്ള ഓരോ മണിക്കൂറുകളിലും ഉണ്ടായത്. 10:30 കെട്ടിടം തകർന്നു വീണ് ഏതാണ്ട് മൃതദേഹം കണ്ടെടുക്കുന്ന 1 മണി വരെ, 1:15 മൃതദേഹം കണ്ടെടുക്കുന്നത്. 1 മണിക്കാണ് ഹിറ്റാച്ചികൾ ഈ അപകട സ്ഥലത്തേക്ക് എത്തിയത്. ആ ഘട്ടം വരെയും ഒരുപക്ഷെ ജീവന് വേണ്ടി പിടയുകയായിരിക്കാം ബിന്ദുവിന്റെ മൃതശരീരം ആ ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ എന്ന് നമുക്ക് എടുത്തു പറയേണ്ട വിധത്തിലേക്ക് അത്യന്തം ദുഷ്കരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയത് എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ അപകടം നടക്കുന്നതിന് ഒരുപക്ഷെ വർഷങ്ങളുടെ അനാസ്ഥ എന്ന് തന്നെ വേണം പറയാൻ. ഈ മന്ത്രിമാരും അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും പരസ്പരം പഴിചാരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഏതാണ്ട് 2012 ശേഷം ഈ കെട്ടിടം അപകടാവസ്ഥയിലാണ് എന്നുള്ള റിപ്പോർട്ടുണ്ടായിട്ടും ഇന്ന് 2025 വരെ ദുരന്തത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സർക്കാർ എന്ന് പറയേണ്ടി വരും. അത്രയ്ക്കും ഈ വർഷങ്ങളായി ഉപയോഗം നടപടിയുണ്ടായിട്ടും യാതൊരുവിധ നടപടികളും എടുക്കാതെ ഒരു ദുരന്തത്തിന് വേണ്ടി, ഒരാളുടെ ജീവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സംവിധാനം എന്നുള്ളത് നമ്മൾ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വലിയ കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ്, ആ പിൻഭാഗമാണ് തകർന്നു വീണത്. ഈ കെട്ടിടത്തിന്റെ പഴക്കം ഏതാണ്ട് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ പൂർണ്ണമായും അതിൻ്റെ പ്രവർത്തനം യോഗ്യമല്ല എന്ന് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ആ വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു നിഷ്ക്രിയത്വത്തിൻ്റെ ഫലമായിട്ട് ഈ അപകടമുണ്ടാകുന്നു എന്നുള്ള തലയോലപ്പറമ്പിലെ ബിന്ദുവിന്റെ വീട്ടിൽ മിഥുൻ തുടരുക. തലയോലപ്പറമ്പിലെ ബിന്ദുവിന്റെ വീട്ടിൽ നിന്നും ജിജീഷ് നമ്മോടൊപ്പം ചേരുകയാണ്. ജിജീഷ്, അവിടെ നിന്നും വരുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അപ്രതീക്ഷിതമായ ദുരന്തത്തിൻ്റെ നടുക്കം ആ കുടുംബത്തെ വിട്ട് അകന്നിട്ടില്ല. മകൾ നവമിയെ ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താ? പോയതും അത്തരത്തിൽ ഈ യാത്രയാണ് ഇത്തരത്തിൽ വലിയ സങ്കട കാഴ്ചയായി മാറുന്നത്. ജിജീഷ്, കേൾക്കാമോ? ന്യൂറോ സർജറിക്ക് വേണ്ടിയാണ് മകൾ നവമിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. സർജറിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ ദുരന്തം ബിന്ദുവിനെ തേടി എത്തുന്നത്. അമ്മ നഷ്ടപ്പെട്ട ആ കുഞ്ഞുങ്ങൾ, അവരുടെ ദുഃഖം, ഭാര്യ നഷ്ടപ്പെട്ട വിശ്രുതന്റെ ദുഃഖം, അതെല്ലാമാണ് ഈ നിമിഷങ്ങളിൽ നമ്മോടൊപ്പം വരുന്നത്. ജിജീഷ് വരുന്നുണ്ട് വിവരങ്ങളുമായി. ജിജീഷ്, സംസ്കാരം നാളെയാണ്. രാവിലെ 7 മണിയോടെ ബിന്ദുവിൻ്റെ മൃതദേഹം വീട്ടിലെത്തിക്കുമെന്നുള്ളതാണ് കോട്ടയത്തു നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. മറ്റു വിവരങ്ങൾ എന്തെല്ലാം? നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് രാവിലെ
7 മണിയോടുകൂടി തന്നെ ഇവിടെ പൊതുദർശനം ആരംഭിക്കും. ഉച്ചയോടുകൂടി 11 മണിക്ക് ശേഷം വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുശേഷം 7 മണി തൊട്ട് പൊതുദർശനം അവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ഉള്ളത് മകൻ വന്നിട്ടുണ്ട്. മകൻ നവനീതും ഒപ്പം തന്നെ ഭർത്താവ് വിസൃതനും വീട്ടിലേക്ക് എത്തി. നേരത്തെ അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്, ബിന്ദുവിൻ്റെ അമ്മയായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത്. ഒപ്പം അടുത്ത ബന്ധുക്കളുമെല്ലാം തന്നെ വീട്ടിലെത്തിയിരുന്നു. മകനും ഭർത്താവും ആശുപത്രിയിലായിരുന്നു. അവരവിടെ വെച്ച് പ്രതികരിച്ചതിൻ്റെ വിവരങ്ങളെല്ലാം നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു. അതിനുശേഷം അവർ വീട്ടിലേക്ക് എത്തി. മകളും എത്തിയിട്ടുണ്ട്. മകൾ തൊട്ടടുത്ത ഒരു വീട്ടിൽ അവരെ അവിടെ ആണ് ഇരുത്തിയിരിക്കുന്നത്. കാരണം ശസ്ത്രക്രിയ ചികിത്സ എല്ലാം കഴിഞ്ഞു വന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ വിശ്രമം കൊടുക്കേണ്ടതുണ്ട് എന്ന കാര്യം ബന്ധുക്കൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇവിടത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുന്ന അല്ലെങ്കിൽ ശാരീരിക അവസ്ഥകളെല്ലാം മറന്നുകൊണ്ട് അതൊന്നും ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ട ആ കുട്ടിയുടെ പ്രതികരണം അതെല്ലാം കൊണ്ട് തന്നെ ഇപ്പോൾ തൊട്ടടുത്ത മകളുള്ളത്. അച്ഛനും മകനുമാണ് ഇവിടെയുള്ളത്. മറ്റ് ബന്ധുക്കളെല്ലാം തന്നെ ഇപ്പോഴും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ആ വന്ന ആളുകളെ സംബന്ധിച്ചും ബന്ധുക്കളും എല്ലാം നേരത്തെ പ്രതികരിച്ചത് നമ്മൾ പല ഘട്ടങ്ങളിലായി കേട്ടതാണ്. അവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത് വലിയ ഒരു വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. അത് കെട്ടിടം തകർന്നു വീണതിൽ മാത്രമല്ല ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നത് പിന്നീട് ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്ന കാര്യത്തിൽ പോലും. കാരണം ബിന്ദുവിനെ 2 മണിക്കൂറിന് ശേഷം പുറത്തെടുക്കുമ്പോൾ പോലും ജീവൻ്റെ തുടിപ്പുകൾ ബിന്ദുവിനുണ്ടായിരുന്നു. അങ്ങനെ ആരോഗ്യമന്ത്രി തന്നെ പറയുന്നു ആരും കുടുങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. അത് കേട്ട് രക്ഷാപ്രവർത്തകർ സ്വാഭാവികമായും കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കുന്നില്ല, മറ്റാരും ഉണ്ടാകില്ല എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ കെട്ടിടം തകർന്നത് മാത്രമാണ് ജീവനുകൾ നഷ്ടപ്പെടുകയോ ഗുരുതരമായ പരിക്കേറ്റോ ആരും അതിനകത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നവണ്ണം മന്ത്രിയുടെ പ്രസ്താവന വിശ്വസിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തകർ മാറുന്നു. പിന്നീടാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഗൗരവമായ പരിശോധന. കാരണം നേരത്തെ തന്നെ മകനും ഭർത്താവും എല്ലാം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ബിന്ദുവിനെ കാണുന്നില്ല, ഇത് ടോയ്ലറ്റ് ഭാഗത്തേക്കാണ് ബിന്ദു പോയത്, പിന്നീട് കാണുന്നില്ല എന്ന കാര്യം അവർ പലവട്ടം പറയുകയും ചെയ്തു. എന്നാൽ അതൊന്നും അധികൃതർ വേണ്ടത്ര ഗൗരവത്തിലെടുത്തില്ല, അല്ലെങ്കിൽ പരിശോധനയിലേക്ക് കടന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആ ഒരു പ്രതിസന്ധി, ആ ഒരു സാഹചര്യം എല്ലാം തന്നെ വളരെ ശക്തമായ ഭാഷയിൽ വിശ്രുതൻ പ്രതികരിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രതിഷേധം ഇവിടെ വന്ന നാട്ടുകാരിലടക്കം നമുക്ക് കാണാൻ കഴിയും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേണ്ടപ്പെട്ട ഒരാളിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. സഹപ്രവർത്തകർ അവരുടെ പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകയെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിന് കുടുംബശ്രീയിലടക്കം സജീവമായ ആ ഒരു പ്രവർത്തക അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യത്തിനും ഓടി എത്തിയിരുന്ന പൊതുവിഷയങ്ങളിലെല്ലാം സജീവമായി ഇടപെട്ടിരുന്ന ബിന്ദുവിനെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു അമ്മയാണ് ആ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കാരണം നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. അവരുടെ പഠനത്തിന് വേണ്ട തുടർ ആവശ്യങ്ങൾക്ക് വേണ്ട പണം സ്വരൂപിക്കുക എന്നത് തന്നെയായിരുന്നു ബിന്ദുവിൻ്റെയും വിശ്വത്തിൻ്റെയും എല്ലാം ജീവിത ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അതിനായിട്ടാണ് അവർ ഈ ഒരു ഘട്ടം വരെയും അധ്വാനിച്ചു തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. അങ്ങനെയുള്ള അത്താണിയായ ഒരു സ്ത്രീയാണ് ഈ ഒരു അനാസ്ഥയുടെ ബാക്കിപത്രമായി ജീവൻ നഷ്ടപ്പെട്ട് ഇത്തരം ഒരു സ്ഥിതിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വലിയ പ്രതിഷേധമെല്ലാം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം തന്നെ അതിൻ്റെ എല്ലാം പ്രതിഷേധങ്ങൾ ഇതിൽ കൃത്യമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ആളുകൾ അത് കൃത്യമായി തന്നെ അവരുടെ പ്രതികരണങ്ങളിൽ സൂചിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മറ്റു ബന്ധുക്കൾ കൂടി ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഇവിടെ പല ഭാഗങ്ങളിലായി ഉണ്ട്. ഒപ്പം തന്നെ ഈ പരിസരത്തുള്ള സാധാരണ ആളുകൾ, പൊതുപ്രവർത്തകർ എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. കൃത്യമായി തന്നെ ആ ആളുകൾ അവർ നേരത്തെയും പല വട്ടങ്ങളിലായി പ്രതികരിച്ചിരുന്ന ആളുകളും എല്ലാം തന്നെ ഇത്തരത്തിലുണ്ട്. ഇടറുന്ന നിലയിൽ മുദ്രാവാക്യം വിളിക്കേണ്ടി വന്ന ഗതികേട്, പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ഏകദേശം 10:30 മണിയായപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ നേതൃത്വവും LDF-ഉം സാക്ഷര കേരളം, സുന്ദര കേരളം, ആരോഗ്യ കേരളം, സമ്പന്ന കേരളം എന്നു പറഞ്ഞു മേനി നടിച്ച ഈ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗത്ത്, ആ കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ 11-ാം വാർഡും 14-ാം വാർഡിലോടും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശം, അവിടുത്തെ ടോയ്ലറ്റ് കോംപ്ലക്സ് അടക്കം
താഴെ വീഴുന്ന ഭയാനകമായ ഒരു സാഹചര്യം. പ്രിയമുള്ളവരെ, ഒരു നാശനഷ്ടം എന്നു മാത്രം ഇവിടെ സമീപിച്ച ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമില്ലായ്മ. ഈ മണ്ഡലം ഇവിടുത്തെ ജിജീഷിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ജിജീഷ്, ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ അല്പസമയം മുമ്പ് നമ്മളോടൊക്കെ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ കുടുംബത്തിൻ്റെ നെടുംതൂണാണ് തകർന്നു പോയിരിക്കുന്നത്. മക്കളുടെ വിദ്യാഭ്യാസം, അക്കാര്യങ്ങളൊക്കെ ബിന്ദുവാണ് നോക്കി നടത്തിയിരുന്നത്. അതായത് ഒരു കുടുംബത്തിൻ്റെ അത്താണി തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ കൊടിയ അനാസ്ഥ എത്തിച്ചിരിക്കുന്നത്. വീട്ടുകാരുടെ ദുഃഖം, മകളുടെ, മകൻ്റെ, ഭർത്താവിൻ്റെ, അമ്മയുടെയൊക്കെ ദുഃഖം പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറമാണ്. ഏറെ വൈകാരികമാണ് ആ വീട്, അല്ലേ? തീർച്ചയായും രംഗങ്ങൾക്ക് തന്നെയാണ് ഈ ഒരു വീട് ഇപ്പോൾ കടന്നു പോകുന്നത്. ആ വൈകാരിക സാഹചര്യങ്ങളിലൂടെ, അവസ്ഥകളിലൂടെ. കാരണം അവിടെ 2 കുട്ടികൾക്ക് അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ പ്രിയപ്പെട്ട അമ്മയുടെ ജീവിതം ഈ ഒരു അനാഥയുടെ എന്ന് തന്നെ പറയാൻ കഴിയുന്ന, അതിൻ്റെ ഭാഗമായി പൊലിഞ്ഞു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു. സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഈ ഒരു സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ കെട്ടിടത്തിന് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലും യഥാസമയം അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളോ പരിശോധനകളോ തിരച്ചിലിനോ ഒന്നും തന്നെ മെനക്കെടാത്ത ഒരു മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണുണ്ടായ ബിന്ദുവിൻ്റെ അപ്രതീക്ഷിത മരണത്തിന് ഞെട്ടലിലാണ് ആ കുടുംബം. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒപ്പം വലിയ പ്രതിഷേധം കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ അലയടിക്കുകയാണ്. BJPയുടെ പ്രതിഷേധമാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. കോട്ടയത്ത് കടുത്ത പ്രതിഷേധമുയർത്തി BJP മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്ന ദൃശ്യങ്ങൾ കാണാം.